വിഷ്ണു ശിവനം ചതുർഭുജം പ്രസന്നവിദ്രം ധ്യായേ സർവവിഘ്നോ. ആ അപ്പോൾ വന്ന കാര്യം പറയാം. ഗുരുക്കളെ, ഈ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നങ്ങളാണെങ്കിലാണ് മൊത്തത്തിൽ കാര്യങ്ങളൊന്നും അറിയേണ്ടിട്ട് വന്നതാണ്. എൻ്റെ അപ്പോൾ എന്താണ് പേര്? ലക്ഷ്മണൻ. ലക്ഷ്മണൻ നക്ഷത്രം പറയൂ. ലക്ഷ്മണൻ ലക്ഷ്മണൻ നക്ഷത്രം പറയൂ. നക്ഷത്രം പറഞ്ഞു. നക്ഷത്രം മൂലം. ഇത് പറയാൻ എന്തിനാ ഇത്ര മടി ലക്ഷ്മണ? ഇവിടെ പലർക്കുണ്ടല്ലോ മൂലം നക്ഷത്രേ. അപ്പോ ലക്ഷ്മണൻ മൂലം. അപ്പൊ കുറിപ്പുണ്ടല്ലോ. കുറിപ്പല്ല, ജാതക കുറിപ്പുണ്ടല്ലോ. രാമൻ ആരാണ്? ജ്യേഷ്ഠൻ. ഭരതൻ അനുജൻ വിദേശവാസി. അതെ 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 അമ്മ ലീല. അതെ അതെ. ലക്ഷ്മണന് കാര്യമായ ജോലികളൊന്നും, സർക്കാർ ജോലിയൊന്നും ശരിയായിട്ടില്ല. തിരിഞ്ഞുകളിയും മാടിക്കെട്ടും തന്നെ. അതന്നെ ഇപ്പോ അല്ലേ? സർക്കാർ ജോലിയൊന്നും ആയിട്ടില്ല. അനുജൻ ഗൾഫിൽ നയിക്കുന്ന പൈസയായിട്ട് ഇങ്ങനെ ജീവിക്കുക. വീട് പോലും വൈദ്യുതീകരിച്ചിട്ടില്ല. അത് വളരെ ശരിയാണ് അല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു പൂജയുണ്ട്. അപ്പോൾ 25,000 രൂപ നിങ്ങളുടെ മനസ്സിൽ കാണണം. മനസ്സിൽ കാണാം, പക്ഷെ കയ്യിലില്ല. അതെല്ലാം കുഴപ്പമില്ല, അത് നമുക്ക് റെഡിയാക്കാം. അല്ല, ഇത് ഗഡുക്കളായിട്ട് ഇങ്ങനെ ഗഡുക്കളായിട്ട് ഇത് ഇൻസ്റ്റാൾമെന്റ് അല്ല. പ്രശ്നങ്ങൾ ഗഡുക്കളായി തീർന്നാൽ മതിയോ? പോരാ ഗുരുക്കളെ. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച വരിക. അപ്പോൾ പ്രധാന കാര്യം, തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ റേഷൻ കാർഡ് എടുത്തിട്ടല്ല വരണ്ടേ. റേഷൻ കാർഡ് കൊണ്ട് നിങ്ങൾ വേറെ എന്നിട്ട് വേണം പൊക്കോ.